ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറാണ്. മൊത്തം 8 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അതിൽ 6 ആക്ടിവിറ്റീസ് എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, ഡിഫറൻസസ് ഇൻ ഫോണ ക്യാൻ ബി സീൻ ഇൻ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ്. നമ്മൾ പല ക്ലൈമാറ്റിക് റീജിയൻസിനെ പറ്റി പഠിച്ചു. 3 തരം ക്ലൈമാറ്റിക് റീജിയനാണ് നമ്മൾ പഠിച്ചത്. ഇക്വിറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ, തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ഹോട്ട് ഡെസേർട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അവിടെയുള്ള ഓരോ സ്ഥലത്തും ഉള്ള ജീവികൾ വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആർ ഗിവൺ ബിലോ, റൈറ്റ് ഡൗൺ ഇൻ വിച്ച് ക്ലൈമാറ്റിക് റീജിയൻസ് ദേ ലിവ്. അപ്പോൾ ഇവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നതെന്നാണ് നമ്മൾ പറയേണ്ടത്. ആദ്യത്തെ ആരാണ്? ക്യാമലാണ്, ഹോട്ട് ഡെസേർട്ടിലാണ്. ക്യാമൽ ഹോട്ട് ഡെസേർട്ട്. നെക്സ്റ്റ് പോളാർ ബെയർ ആണ്, തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയനിലാണ് ഉള്ളത്. പോളാർ ബെയർ തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ. അടുത്തത് ഒറാങ്ങുട്ടാൻ, ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ക്യാമൽ ഹോട്ട് ഡെസേർട്ട്, പോളാർ ബെയർ തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ, ഒറാങ്ങുട്ടാൻ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ്. 3 റീജിയൻസിനെ പറ്റിയിട്ടാണ്, ക്ലൈമാറ്റിക് റീജിയൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ചാപ്റ്റർ പഠിച്ചത്. ഹോട്ട് ഡെസേർട്ട്, തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ, ഇക്വിറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വൈ ഡോണ്ട് ദ ഇന്യൂട്സ് മേക്ക് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് പ്രിപ്പയർ നോട്ട്? എന്തുകൊണ്ടാണ് ഇന്യൂട്സ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാകാത്തത്? പെർമനൻ്റ് ആയിട്ട് താമസിക്കാൻ ഒരു സ്ഥലം അവരെന്താണ് ഉണ്ടാക്കാത്തതെന്നാണ് ചോദ്യം. ദേ ട്രാവൽഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. അവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. ദേ ട്രാവൽഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. സോ ദേ കൺസ്ട്രക്റ്റ് ടെമ്പററി സെറ്റിൽമെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ അവർ ടെമ്പററി സെറ്റിൽമെൻറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ദേ ലീവ് ഇൻ ഇഗ്ലൂ ഡ്യൂറിങ് ദ വിൻ്റർ സീസൺ. വിൻ്റർ സീസണിൽ അവരെവിടെയാണ് താമസിക്കുന്നത്? ഇഗ്ലൂലാണ് താമസിക്കുന്നത്. ആൻഡ് they also make house using the bones of whales, frogs and leather in another seasons. അപ്പോൾ 2 സീസണിലും അവർ 2 തരം വീടുകളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വിൻ്റർ സീസണിൽ അവർ ഇഗ്ലൂലും താമസിക്കും. പിന്നെ സമ്മർ സീസണൊക്കെ വരുമ്പോൾ അവർ എല്ല് കൊണ്ടൊക്കെ, ബോൺസ് കൊണ്ടും അതേപോലെ തന്നെ ലെതർ കൊണ്ടൊക്കെ വേറൊരു വീടുണ്ടാക്കും. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പെർമനൻ്റായിട്ട് സ്ഥിരമായിട്ട് ഒരു വാസസ്ഥലമില്ല. അപ്പോൾ അത് എഴുതുക. ഇനി അടുത്തത് ഇക്വിറ്റോറിയൽ ക്ലൈമറ്റ് മെയിൻലി പ്രിവൈൽസ് ഇൻ കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക, ആമസോൺ റിവർ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ലൈക്ക് മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ. ഇവിടെയൊക്കെയാണ് ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ് ഉള്ളത്. പ്രിപ്പയർ എ നോട്ട് ഓൺ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. ഇൻഡിക്കേറ്റേഴ്സ് ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തണം. ഫ്ലോറ, ഫോണ, ഹ്യൂമൻ ലൈഫ്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡെൻസ് ഫോറസ്റ്റ് വിത്ത് ഹാർഡ് വുഡ് ട്രീസ് ലൈക്ക് മഹാഗണി, എബണി, റോസ്വുഡ് എക്സെട്ര. കളക്റ്റിംഗ് ഫോറസ്റ്റ് റിസോഴ്സസ് ഈസ് ദ മേജർ ലൈവ്ലിഹുഡ്. അവരുടെ പ്രധാന ജീവിതോപാധി എന്താണ്? വനവിഭവങ്ങൾ ശേഖരിക്കുക. കളക്ട് ഫോറസ്റ്റ് റിസോഴ്സസ് ഈസ് ദ മേജർ ലൈവ്ലിഹുഡ് ഇൻ ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ദ ഫോണ ഈസ് ഡൈവേഴ്സ് വിത്ത് simian species like apes, lemurs, orangutans, reptiles crawling from one tree to tree, animals like hippopotamus and crocodile that mostly dwell in water, and birds like parrot, hornbills, etc. ഇപ്പോൾ ഡെൻസ് ഫോറസ്റ്റ് ആണുള്ളത്. ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് ഹാർഡ്വുഡ് ട്രീസ് ലൈക്ക് മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ ഹാർഡ്വുഡ് ട്രീസ് ആണുള്ളത്. പിന്നെ ഫോണ എന്തൊക്കെയാണുള്ളത്? എയ്വ്സ്, ലെമേഴ്സ്, ഒറാങ്കുട്ടൻസ്, റെപ്റ്റൈൽസ്, ആനിമൽസ് ലൈക്ക് ഹിപ്പോപ്പൊട്ടാമസ്, ക്രോക്കഡൈൽസ്. ഇത്രയാണ് അവിടുത്തെ ആനിമൽസ് ഉള്ളത്. ആനിമൽസിനാണ് ഫോണ എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമൻ ലൈഫ് എന്താണ്? അതിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? ലിവ് ഇൻ ഫോറസ്റ്റ്, ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആർ ദെയർ മെയിൻ ലൈവ്ലിഹുഡ്. അപ്പോൾ ഇതാണ് അവരുടെ മെയിനായിട്ടുള്ള ജീവിത മാർഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ബിറ്റ്വീൻ വിച്ച് ലാറ്റിറ്റ്യൂഡ്സ് ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ലൊക്കേറ്റഡ്? ഏത് ലാറ്റിറ്റ്യൂഡിലാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന്? ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. 10 ഡിഗ്രി ബിറ്റ്വീൻ 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ആർക്കിടെക്ചർ വാസ് ഡെവലപ്ഡ് ത്രൂ ഡിഫറെൻറ്റ് പീരിയഡ്സ്. ഹൗ ഡു ദ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വാസ് ഡെവലപ്ഡ്? റൈറ്റ് എ ഷോർട്ട് നോട്ട്. അപ്പോൾ ഇന്ത്യ ആർക്കിടെക്ചർ പല സമയത്തായിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വാസ് ഡെവലപ്ഡ്? റൈറ്റ് എ ഷോർട്ട് നോട്ട്. എങ്ങനെയാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഉണ്ടായത്? എങ്ങനെയാണ് അവ ഉണ്ടായത് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇൻ സൾത്തനേറ്റ് പീരീഡ് സ്കിൽഡ് ആർക്കിടെക്ട്സ് ഫ്രം Turkey and Persia were brought to India for the construction of different structures. അപ്പോൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സിനെ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു? തുർക്കിയിൽ നിന്നും പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്നു. ദ ഇൻഡിജിനിയസ് സ്കൾപ്ചേഴ്സ്, ലേബേഴ്സ് ആൻഡ് മേസൺസ് ഓൾസോ ജോയിൻഡ് ദം. അവരുടെ കൂടെ ഇവിടെ ഇന്ത്യക്കാരായ ആളുകളും അവരുടെ കൂടെ കൂടി പണി ചെയ്തു. ദ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഇവോൾവ്ഡ് ഔട്ട് ഓഫ് ദ അമാൽഗമേഷൻ ഓഫ് ദ സ്റ്റൈൽ ഓഫ് ബോത്ത് ദ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് കൂട്ടരുടെയും ഒന്നിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയുടെ ഫലമാണ് ഈ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? ഇൻ സൾത്തനേറ്റ് പീരീഡ് skilled architects from Turkey and Persia were brought to India for the construction of different structures. The indigenous sculptors and laborers and masons also joined them. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 features ഓഫ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഏതെങ്കിലും 2 സ്റ്റൈൽ എഴുതാനാണ്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്ഡ് ഡ്യൂറിങ് ദ സൾട്ടനേറ്റ് പീരീഡ് ഈസ് നോൺ ആസ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ആർച്ചസ്, ഡോംസ് ആൻഡ് മിനാററ്റ്സ് വേർ ദ നോട്ടബിൾ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റൈൽ. ഈ സ്റ്റൈലിൻ്റെ എന്തൊക്കെ പ്രത്യേകത? ആർച്ചസ്, ഡോംസ് ആൻഡ് മിനാററ്റ്സ്. Figures of flowers and plants were carved for decorating buildings. ബിൽഡിങ്സ് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റിൻ്റെയും ഫിഗേഴ്സാണ് അവിടെ വരച്ചു ചേർത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻ ഇന്ത്യ? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ ആദ്യമായി നിർമ്മിച്ചത് ഏത് കെട്ടിടമാണെന്ന്? താജ്മഹൽ, റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ, ചാർമിനാർ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? കുത്തബ് മിനാറാണ്. കുത്തബ് മിനാറാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ ആദ്യമായി പണിത നിർമ്മിതി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 5. ഫ്യൂഡലിസം ഇവോൾവ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ medieval period. What were the circumstances that led to the evolution of feudalism in Europe? യൂറോപ്പിൽ ഫ്യൂഡലിസം വളർന്നു വരാൻ കാരണമായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഫ്യൂഡലിസം വളർന്നു വരാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ദ യൂറോപ്യൻസ് കോൺസ്റ്റൻ്റ്ലി ഫേസ്ഡ് അറ്റാക്സ്. അവർ തുടർച്ചയായിട്ട് അറ്റാക്സ് നേരിട്ടുകൊണ്ടിരുന്നു. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്? ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് പീസസ് ഓഫ് ലാൻഡ് ടു ദ ലോർഡ്സ് ഇൻ ഡിഫെൻഡിങ് ദ അറ്റാക്സ്. അപ്പോൾ അറ്റാക്സ് നേരിടാൻ സഹായിച്ചവർക്കൊക്കെ എന്ത് നൽകി? ഭൂമി നൽകി. അങ്ങനെ ഇത് രണ്ടുമാണ് ഫ്യൂഡലിസം വളർന്നു വരാനുള്ള കാരണം. The position of each strata in the European feudal society was different. Identify the position of each strata and write the given statement in the correct order. The lords were those who received land from the king. The farmers stood at the lowest stratum of the feudal society. The king enjoyed the highest status in the feudal society. The lesser lords were those who received land from the lords. ഇനി ഫ്യൂഡലിസത്തിൻ്റെ ആ ഒരു ഡിവിഷൻ എങ്ങനെയാണ്? ആദ്യം കിങ് ആണ്, പിന്നാണ് ലോർഡ്സ് വരുന്നത്, പിന്നെ ലെസർ ലോർഡ്സ്, പിന്നെ ലാസ്റ്റാണ് ഫാമേഴ്സ്. ഇതാണ് അതിൻ്റെ പിരമിഡ്. അപ്പം നമുക്ക് അറിയാമല്ലോ, അതിൽ നിന്ന് ചോയ്സ് ഏറ്റവും ഫസ്റ്റ് വരുന്നത് ആരാണ്? കിങ്ങിനാണ്, പിന്നെ ലോർഡ്സിനാണ്, പിന്നെ ലെസർ ലോർഡ്സിനാണ് ഫാമേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ലിറ്ററേച്ചർ ഇൻ medieval India. Arrange the literary works, authors and the regional language that developed by the influence of Bhakti and Sufi movement in the correct order. അപ്പോൾ ഓതേഴ്സ്, ലിറ്റററി വർക്ക്സ്, റീജിയണൽ ലാംഗ്വേജ് അವೆല്ലാം തെറ്റിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കണം.
നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫ്ലോ ചാർട്ടാണ്. ഇവിടെ എല്ലാ ലാംഗ്വേജിലുള്ള വർക്ക്സും അതാരാണ് എഴുതിയതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട്, ഈ ഡയഗ്രാം നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. മലയാളത്തിൽ നിങ്ങൾക്കറിയാം ആരാണ്, എഴുത്തച്ഛനാണ്. മലയാളം ആധ്യാത്മരാമായണം എഴുത്തച്ഛൻ, മലയാളം ആധ്യാത്മരാമായണം എഴുത്തച്ഛൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഒന്ന് എഴുതിയിട്ട് തന്നെ പഠിക്കണം. ആധ്യാത്മരാമായണം എഴുത്തച്ഛൻ. ഓക്കെ, ഇനി അടുത്തത് തമിഴിലാണ്. തമിഴിൽ ആരാണ്? തമിഴിൽ കമ്പരാമായണം. കമ്പരാമായണം കമ്പർ. തമിഴിൽ കമ്പരാമായണം കമ്പർ. പിന്നെ തെലുങ്കിൽ മഹാഭാരത നന്നയ്യ. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവരൊക്കെ ഉണ്ട്. ഓക്കെ, ഒഡിയയിൽ മഹാഭാരതം സരളദാസ. ബംഗാളി രാമായണം കൃതിവാസ. ഇനി അടുത്ത ഗുജറാത്തി ഭാഗവതം പ്രേമാനന്ദ. മറാത്തി ഭാഗവതം ഏക്നാഥ്. കന്നഡ വിക്രമാർജുന വിജയം പമ്പ. ഹിന്ദിയിൽ രാമചരിതമാനസ് തുളസീദാസ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മലയാളം ആധ്യാത്മരാമായണ എഴുത്തച്ഛൻ, ഹിന്ദി രാമചരിതമാനസ് തുളസീദാസ്, പിന്നെ തമിഴ് കമ്പരാമായണം, അതേപോലെ തന്നെ തെലുങ്ക് മഹാഭാരത നന്നയ്യ. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ആൻസറൊക്കെ മനസ്സിലായല്ലോ. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ദ മെയിൻ റീസൺ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ലിറ്ററേച്ചർ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. The leaders of Bhakti movement were strong. The poets of Bhakti movement wrote in the language of the common people. Financial aid was provided to the poets. More importance was given to foreign language. Correct answer എന്താണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. The poets of the Bhakti movement wrote in the language of common people. സാധാരണക്കാരുടെ ഭാഷയിലാണ് ഭക്തി പ്രസ്ഥാനത്തിലെ കവികളൊക്കെ കവിതകൾ രചിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏർലി ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രേഡ് സെൻറ്റേഴ്സ് were formed in Europe. The given below are the newly developed industry cities in the medieval Europe. Write them against to respective marks in the outline map given. അപ്പോൾ മാപ്പിൽ അടയാളപ്പെടുത്താനായിരുന്നു. ന്യൂറംബർഗ്, മിലാൻ, വെനീസ്, ഫ്ലോറൻസ്, ജനോവ, കോൺസ്റ്റാന്റിനോപ്പിൾ. ഇവിടെ ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം ഈ മാപ്പിലുള്ള സ്ഥലങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള മാപ്പൊക്കെ നമ്മളൊന്ന് നോക്കി വെച്ചേക്കണം.